ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാളായി ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. ഫാമിലിയിൽ കല്യാണം കാര്യങ്ങളും അതുപോലെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ റൂമിലെയും ഹോളിലെയും ലിവിങ് റൂമിലെയൊക്കെ വിൻഡോസ് എല്ലാം തുറന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് മാറാല ഒന്ന് തട്ടിയെടുക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൈക്രോ ഫൈബർ ഡസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്ലെക്സിബിളാണ്, എക്സ്പാൻഡബിളാണ്. നമുക്ക് എവിടേക്കാണോ ക്ലീൻ ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇത് ലോങ് ഹാൻഡിലാണ് വരുന്നത്. ഇത് നമുക്ക് ചെറുതാക്കിയിട്ട് വിൻഡോസുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കാനും പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതാക്കിയിട്ട് നമുക്ക് വിൻഡോസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കർട്ടൻ അങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ കംപ്ലീറ്റ് ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഹെഡ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ ഫാനും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സോഫ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ മറ്റത് ഈ സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രഷാണ്. ഞാൻ വാക്യൂം ക്ലീനർ കൊണ്ടും ക്ലീൻ ചെയ്യാറുണ്ട് സോഫയും കാർപ്പറ്റൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബ്രഷ് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുടി അങ്ങനെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കർട്ടനൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ് ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നെറ്റാണ്. നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വിൻഡോസൊക്കെ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനൽ തുറന്നിട്ട് ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഈ ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് മാർക്കിട്ടു കേട്ടോ. പിന്നെ ഇതും ഡസ്റ്റ് ക്ലീനറാണ്. മൈക്രോ ഫൈബർ ഹാൻഡ് ഗ്ലൗസ് ആണ്. 2 സൈഡും വരുന്നുണ്ട് കേട്ടോ. മോസ്കിറ്റോ നെറ്റ് അതുപോലെ തന്നെ ചെയർ പോട്ടുകളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. കൊളിയിൽ നിന്നുള്ള ഒരു ലോഷനാണ് കേട്ടോ ഇത്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എന്ത് കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സുകൾ മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്.
ഇത് സിങ്ക് വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ബ്രഷാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ്. വാഷ് ബേസിൻ അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ വാഷ് ബേസിനോട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ഒഴിച്ചിട്ടാണ് വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഹാൻഡ് വാഷ് ആകുമ്പോൾ നമ്മൾ വാഷ് ബേസിനോട് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബ്രഷും ഇതുപോലെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബാത്റൂമിലൊക്കെ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ക്രബ്ബറാണ്. 2 കേട്ടോ വരുന്നത്. ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷാണ്. അതുപോലെ ഫ്ലോറും നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷാണ്. സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ മോപ്പാണ് കേട്ടോ ഞാനൊരു 5-8 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പലരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഞാൻ ലുലുന്നാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ 3-ാമത്തെ 4-ാമത്തെ ആണ് ഈ മോപ്പ്. ഇതാണ് കേട്ടോ കംഫർട്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.